വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ CBSEയുടെ മാത്സിൻ്റെ 9ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ആൾജിബ്ര. കഴിഞ്ഞ ടെസ്റ്റിനകത്തിൽ അത് 11ാമത്തെ ചാപ്റ്ററാണ്. ഇപ്പോൾ വന്ന പുതിയ ടെസ്റ്റിനകത്തിൽ 9ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. നിങ്ങളുടെ ടെസ്റ്റ് തുറന്നു നോക്കുമ്പോൾ അറിയാം, ചില ടെസ്റ്റിൽ അതായത് പഴയ ടെസ്റ്റിൽ 11ാമത്തെ ചാപ്റ്ററാണ് നിങ്ങളെ ആൾജിബ്ര കേട്ടോ, ബീജഗണിതം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ പുതിയ ടെസ്റ്റ് കണ്ടോ, പുതിയ ടെസ്റ്റിൽ മിക്ക സ്കൂളുകളിൽ ഇതാണ് ഇപ്പം എടുക്കുന്നത്. ചില സ്കൂളുകളിൽ ആ പഴയ ടെസ്റ്റ് വെച്ചാണ് പഠിപ്പിക്കുന്നത്. അതിന് 11ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഈ ആൾജിബ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്താണ്, കോഎഫിഷ്യൻ്റ് എന്താണ്, ടേംസ് എന്താണ്, ഇങ്ങനെയൊക്കെ കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ചാപ്റ്ററിലുള്ളൂ. അത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വേണ്ടി മാത്രമോ നിങ്ങൾ ഈ ചാപ്റ്റർ എടുക്കുന്നത്. എന്നെ കുറച്ച് പേര് കണ്ടപ്പം കേരള സിലബസിൻ്റെ മാത്രമേ എടുക്കത്തുള്ളൂ, ഞാൻ CBSE എടുക്കുന്നുണ്ടോ നിങ്ങളെ. അപ്പം നമ്മളെല്ലാം അന്നേരം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി വിടുന്നതുകൊണ്ട് പിന്നീട് എടുക്കാത്തത്. കാരണം അവരെല്ലാം നല്ല രീതിയിലാണ് പഠിപ്പിച്ച് വിടുന്നത്. പിന്നീട് അതുകൊണ്ട് എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം നോക്കൂ നിങ്ങളെ, മനസ്സിലാവാത്തത് നോക്കണേ. ഫസ്റ്റ്, എന്താണ് ആൾജിബ്ര എന്നാൽ എന്തെന്നൊന്നും ഒരിക്കലും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ എന്താണെന്നും മാത്സിന് ഒരിക്കലും ചോദിക്കത്തില്ല. പക്ഷേ ആൾജിബ്ര ഈസ് എ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ദാറ്റ് യൂസസ് ആൽഫബറ്റ് ടു റെപ്രസെൻറ്റ് നമ്പേഴ്സ് നോൺ ആസ് വാല്യൂസ്. എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, ആൾജിബ്ര എന്ന് വെച്ചാൽ മാത്തമാറ്റിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് അല്ലേ. ദാറ്റ് യൂസസ് ആൽഫബറ്റ് ടു റെപ്രസെൻറ്റ് നമ്പേഴ്സ് ഓഫ് നോൺ ആസ് വാല്യൂസോ. എല്ലാം മനസ്സിലായോ? അതായത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. നോക്കിക്കേ, ഇപ്പോൾ ഒരു നമ്പർ തരിക, ഇപ്പം ഡാഷ് ഇവിടെ എത്രയാണെന്ന് നമുക്കറിയത്തില്ല. പിന്നെ അതിൻ്റെ കൂടെ +5 കൂടി കൂട്ടിയപ്പോൾ എനിക്ക് 8 കിട്ടിയെന്ന് വെച്ചോ. മനസ്സിലായോ? ഡാഷ് ഇവിടെ എത്രയാണെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷിൻ്റെ ആൽഫബറ്റ് കൊടുക്കാം കുഞ്ഞുങ്ങൾ, ഏത് വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ കൂടുതലായിട്ടും എക്സും വൈയും ഒക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. എന്നാൽ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഇനി എക്സ് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൽഫബറ്റ് ഏത് വേണമെങ്കിലും കൊടുത്തോ. അപ്പം അത് ഞാനിവിടെ കൊടുക്കുക. x + 5 = 8 എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇങ്ങനെ ഏതെങ്കിലും ഒരു ആൽഫബറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്പേഴ്സ്, ഇപ്പോൾ 4x 8x എന്നൊക്കെ പറയത്തില്ലയോ. അതായത് ഇത് വേരിയബിൾ എന്നാണ് ഇതിന് പറയുന്നത്. എന്താ നിങ്ങളെ, ഇംഗ്ലീഷ് ഇങ്ങനെ ആൽഫബറ്റ് ഇങ്ങനെ എഴുതുന്നതിനെ വേരിയബിൾ എന്നാണ് പറയുന്നത്. താപ്പോട്ട് നമ്മൾ പഠിക്കാൻ പോകും. അതാ ഞാൻ എല്ലാം കൂടെ പറഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് തന്നിട്ടില്ല എന്ന് പറയുന്നിടത്ത് നമ്മളൊരു ഇംഗ്ലീഷ് ആൽഫബറ്റ് എഴുതും. അതിന് പറയുന്ന പേരാണ് വേരിയബിൾ എന്ന് കേട്ടോ. അപ്പോൾ ഈ വേരിയബിൾ +5 = 8 അല്ല, മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ സംഖ്യ തന്നില്ലെങ്കിൽ അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു അക്ഷരം വെച്ച് തുടങ്ങും കേട്ടോ. ഇവിടെ എക്സോ വൈയോ എം എൽ ഏത് വേണമെങ്കിലും കൊടുത്തോ. ഈ +5 എന്ന് വെച്ചാൽ ആ സംഖ്യയുടെ കൂടെ 5 കൂട്ടിയപ്പോൾ 8 കിട്ടി. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ അവിടെ എത്രയായിരിക്കും നിങ്ങളെ? 3 അല്ലേ. x = അപ്പോൾ എത്ര വരും? 3. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഈ എക്സിന് നമ്മൾ പറയുന്ന പേരാണ് വേരിയബിൾ. ഇതിങ്ങനെ രണ്ടും കൂടി 4x 8x എന്നിങ്ങനെ പറയുന്നത് നമ്മൾ ആൾജിബ്രിക് ഫോം എന്നൊക്കെ, ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്നൊക്കെ നമ്മൾ പറയും. ആൾജിബ്ര അത് യൂസേഴ്സ് ആൽഫബറ്റ് ടു റെപ്രസെൻറ്റ് നമ്പേഴ്സ് ഓഫ് നോൺ ആസ് വാല്യൂസ് കേട്ടോ. ലിറ്ററൽ, ഇനി നമ്മൾ പറഞ്ഞല്ലോ എന്താണ് വേരിയബിൾ എന്നാൽ എന്തെന്ന് പറഞ്ഞു. എന്താ ഈ വേരിയബിൾ? ഈ വേരിയബിൾ എന്ന് വെച്ചാൽ ലിറ്ററലിൻ്റെ വേറൊരു വാക്കാണ്. ലിറ്ററൽസിൻ്റെ വേറൊരു വാക്കാവും നിങ്ങളെ വേരിയബിൾസ് എന്ന് വെച്ചാൽ. ദ ലെറ്റർ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് നോൺ ആസ് ക്വാണ്ടിറ്റി ഓർ വാല്യൂ ആർ കാൾഡ് ലിറ്ററൽ നമ്പേഴ്സ് അല്ലെങ്കിൽ വേരിയബിൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, അതാണ്ട് ഇവിടെ ഞാൻ ഇപ്പോൾ ഇത് എക്സ് മനസ്സിലായോ നിങ്ങളെ. ഇവിടെ എത്ര സംഖ്യ എന്ന് അറിയത്തില്ല, ഞാൻ വേണേൽ ഒന്നും കൂടെ പറയാം. ഇപ്പം 4 x = 3 എന്ന് പറയുക ഞാൻ. മനസ്സിലായോ? അവിടെ എത്ര ആണെന്ന് നമുക്ക് തന്നിട്ടില്ല. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 4 - 1 = 3. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര? 1. ഇങ്ങനെ എത്രയാണെന്ന് നമുക്ക് അറിയാൻ വയ്യാത്തടുത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇത് റഫായിട്ട് ഞാനൊന്ന് പറയുന്നതേ ഉള്ളൂ കേട്ടോ. പരീക്ഷയ്ക്ക് എന്താണ് വേരിയബിൾ, എന്താണ് ആൾജിബ്ര എന്നൊന്നും ചോദിക്കത്തില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയണം എന്തുവാണെന്ന്. ദ ലെറ്റേഴ്സ് യൂസ്ഡ് ടു റെപ്രസെൻസ് നോൺ ആസ് ക്വാണ്ടിറ്റി, എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി ഓർ വാല്യൂ ആർ കാൾഡ് ലിറ്ററൽ നമ്പർ അല്ലെങ്കിൽ വേരിയബിൾ. അടുത്ത എന്താണ് ഈ കോൺസ്റ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? എന്താ നിങ്ങളെ, ദ നമ്പർ ദ നമ്പേഴ്സ് ഹാവിങ് എ ഫിക്സഡ് വാല്യൂ. ഒരു ഫിക്സഡ് വാല്യൂ. നമ്മളിപ്പോൾ പറയാം 8 മാങ്ങയുണ്ട് അല്ലേ, 8 മാങ്ങയുണ്ടെന്ന് വെച്ചാൽ ആ 8 എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഫിക്സഡ് വാല്യൂ. അല്ലെങ്കിൽ 10 ആപ്പിളുണ്ട്
അല്ലേ 10 ആപ്പിൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 10 എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഫിക്സഡ് വാല്യൂ. അങ്ങനെ കൊടുക്കുന്ന ആ ഫിക്സഡ് വാല്യൂവിന് പറയുന്ന പേരാണ് കോൺസ്റ്റൻറ്റ്. എന്താ നിങ്ങളെ കോൺസ്റ്റൻറ്റ്, മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിലേ ഞാൻ പറയാം, നിങ്ങൾ ഇത്രയും പറഞ്ഞപ്പോഴും നിങ്ങൾക്ക് ചെറിയ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരു എളുപ്പവഴി ഞാൻ പറയാം. നോക്കണേ, ഫസ്റ്റ് ഇപ്പോൾ ആൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലേ, നിങ്ങളോട് ചിലപ്പം 1 മാർക്കിന് ചിലപ്പോൾ ചോദിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാം, എക്സ്പ്രഷൻസ് നോക്കണേ നിങ്ങളെ. എക്സ്പ്രഷൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ. എക്സ്പ്രഷൻസ് ആറ് ഫോംഡ് ഫ്രം വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റൻറ്റ്. എന്താണ്? എക്സ്പ്രഷൻ ആർ ഫോംഡ് ഫ്രം വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റൻറ്റ്. എന്താ? ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫ്രം വേരിയബിളും ആൻഡ് കോൺസ്റ്റൻറ്റും. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ എന്താ, ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണ്, 10x, അതിനകത്തിൽ ആരുണ്ട്? ഒരു കോൺസ്റ്റൻറ്റും ഉണ്ട്, വേരിയബിളും ഉണ്ട്. ഇപ്പം മനസ്സിലായോ? ഇതെന്താ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്നാൽ എന്ത് പരീക്ഷയ്ക്കായി ചോദിക്കത്തില്ലോ നിങ്ങൾ എന്താണ് ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് ചോദിക്കത്തില്ല. പക്ഷെ നിങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, കുറച്ചുകൂടി എളുപ്പവഴി, മുമ്പ് പറഞ്ഞതിലും എളുപ്പവഴി പറഞ്ഞാണ്. എക്സ്പ്രഷൻസ് ആർ ഫോം ചെയ്യുന്നത് ഫ്രം വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റൻറ്റ്. വേരിയബിൾസ് ആൻഡ് ഇതിനകത്ത് വേരിയബിൾ ഏതാ? ഈ എക്സ് എന്ന് പറയുന്നതാണ് എന്താ? വേരിയബിൾസ്. ഇപ്പം മനസ്സിലായോ? കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ കൂടെ തരുന്ന നമ്പറാണ് അവിടുത്തെ കോൺസ്റ്റൻറ്റ്. ഇത്രയേ ഉള്ളൂ കോൺസ്റ്റൻറ്റ്. മനസ്സിലായോ? ഇപ്പം 8y എന്ന് വെച്ച് കഴിഞ്ഞാൽ y അവിടുത്തെ ആരാണ്? വേരിയബിളും 8 അവിടുത്തെ കോൺസ്റ്റൻറ്റും. 10xy എന്ന് കൊടുത്താലോ ഇവിടുത്തെ എക്സും വൈയുമാണ് അവിടുത്തെ വേരിയബിള്, 10 എന്ന് പറയുന്ന അവിടുത്തെ കോൺസ്റ്റൻ്റ് ആണ്. അത്രയേ ഉള്ളൂ. കോൺസ്റ്റൻ്റ് എന്തോ ഒന്ന് പഠിച്ചല്ലോ, മനസ്സിലായോ നിങ്ങളെ? ഇങ്ങനെ തരുന്ന ഇതിനെയാണ് എന്താ വേരിയബിളും കോൺസ്റ്റൻറ്റും എന്താ തങ്ങളിൽ തിരിച്ചറിയാമല്ലോ. നമ്പർ, ആ തരുന്ന നമ്പറുകളാണ് അവിടുത്തെ കോൺസ്റ്റൻറ്റ്, അത് കഴിഞ്ഞ് തരുന്നത് വേരിയബിൾസ്. ഓക്കെ ആണല്ലോ? അടുത്ത് നോക്കിയോ നിങ്ങളെ, നമ്മുടെ അടുത്ത് ഇപ്പോൾ പറയുമോ അതുകൊണ്ട് ഇപ്പം 4x = 8 എന്ന് തന്നു വെച്ചോ. അപ്പോൾ ഇവിടെ എന്തോ ഉണ്ടെന്ന് നോക്കിയോ, ഒരു ഈക്വൽ വന്നിട്ടുണ്ട്. ഇതുവരെ നമ്മൾ പഠിച്ചതിലൊന്നും ഈക്വൽ വന്നിട്ടില്ല അല്ലേ? അപ്പോൾ ഇങ്ങനെ ഈക്വൽ വരുവാണെങ്കിൽ അതിനെ എന്താണ്? ഈക്വൽ ഈസ് കാൾഡ്, അതിനെ ഇക്വേഷൻ എന്നാണ് പറയുന്നത്. ഈ പേരൊക്കെ നിങ്ങൾ ഈ ചാപ്റ്ററിൽ അറിയണം കേട്ടോ. ഇക്വേഷൻ എന്താണെന്നറിയോ? ഈക്വൽ സൈൻ എപ്പോൾ വന്നോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ എന്താ പറയുന്നത്? ഇക്വേഷൻ എന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ കൂടുതൽ ഇതുവരെ ഉള്ളതെല്ലാം മറന്നോ, നമ്മൾ ആൾജിബ്രിക് എക്സ്പ്രഷനാണ് പഠിക്കുന്നത്. അതിനകത്തിലെ എന്താണ് വേരിയബിൾ, എന്താണ് കോൺസ്റ്റൻറ്റ് എന്താണെന്ന് പഠിച്ചു. സംശയമില്ലല്ലോ. എന്താണ് വേരിയബിൾ, എന്താണ് കോൺസ്റ്റൻറ്റ്. അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റിനെയാണ് നമ്മൾ ഈ വേരിയബിൾ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു സംഖ്യ കാണും. ആ സംഖ്യ ഇല്ലാത്തതിനാണ് നമ്മൾ എന്താ എഴുതണം കേട്ടോ. അതിനുവേണ്ടി നമ്മളവിടെ എക്സ് വൈ എല്ലാം എന്തൊക്കെ കൊടുക്കുന്നത്. ഇനി അതിൻ്റെ ഇപ്പുറത്ത് വരുന്ന നമ്പറുകളെയാണ് കോൺസ്റ്റൻറ്റ്. ഇതൊക്കെ എളുപ്പവഴി പറയുന്നതാണ്, നിങ്ങൾ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഈക്വൽ സൈൻ വരുവാണെങ്കിൽ അതെന്താണ്? അതിന് ഇക്വേഷൻ എന്നാണ് പറഞ്ഞത്. എന്താണ്? ഇക്വേഷൻസ്. ഇത്രയും ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ നിങ്ങൾ? വേരിയബിൾ എന്താണ്, കോൺസ്റ്റൻറ്റ് എന്താണെന്നാണ് നിങ്ങളുടെ ടെസ്റ്റിലെ ആദ്യത്തെ കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണെന്നറിയോ? ടേംസുകളെ കുറിച്ചാണ്. എന്താ നിങ്ങളെ? ടേംസ് നോക്കാം. നമ്മുടെ ടേംസ്, TRMS, ടേംസ്. ആൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ട് ഇവിടെ ഞാൻ കൊടുത്തായിരുന്നു. എന്താണെന്ന് അറിയോ? എ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് കൺസിസ്റ്റിംഗ് ഓഫ് വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റൻറ്റ് കണക്റ്റഡ് ബൈ ഓപ്പറേഷൻ ഈസ് കാൾഡ് ആൾജിബ്രിക് എക്സ്പ്രഷൻ. കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അതായത് നോക്കിക്കേ, ഒരു നമ്പർ തന്നിട്ടുണ്ട് 8xy, 8 × x × y ആണ്. 8 × x × y ആണ് 8xy എന്ന് വെച്ചാൽ. 9x എന്ന് വെച്ചാൽ 9 × x ആണ്. അതും കൂടെ ഒന്ന് ഓർത്തോണം നിങ്ങളെ. 8xy എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 8 × x × y ആണ്. 9x എന്ന് വെച്ചാലോ 9 × x ആണ്. അപ്പം കോൺസ്റ്റൻറ്റും വേരിയബിളും കൂടെ വരുന്നതിനെ എന്തോ പറയുന്നത്? ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അത്ര ഓക്കെ ആണല്ലോ? അടുത്ത നമ്മൾ പഠിക്കുന്നത് രണ്ടാമത്തത് എക്സ്പ്രഷനും ഇക്വേഷനുമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ടേംസ് എടുക്കാം. എക്സ്പ്രഷനും ഇക്വേഷനും. നോക്കിക്കേ, ഞാൻ ഈ നിങ്ങളുടെ ടെസ്റ്റിലെ അങ്ങ് എഴുതിയതാണ് കേട്ടോ. നോക്കിക്കേ, എക്സ്പ്രഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയോ നിങ്ങളെ. ഇപ്പം x + y കണ്ടോ, ഇങ്ങനെ മാത്രം എഴുതുന്നതാണ് എക്സ്പ്രഷൻ ചെയ്യുക എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ നമ്മൾ മുമ്പ് പറഞ്ഞ രീതി വെച്ചാണ്ട് ഈ ഇക്വേഷൻ സൈൻ എവിടെ വരുന്നോ അത് ഇക്വേഷനാണ്. ഇത് തങ്ങളിൽ നിങ്ങളുടെ അടുത്ത് ചോദിക്കും ഇക്വേഷനും എക്സ്പ്രഷനും ഒക്കെ എങ്ങനെയാണെന്ന് കേട്ടോ. മനസ്സിലായോ? ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, x + 5, y - 6 ഏതെങ്കിലും ആയിക്കോട്ടെ. ഇത് ഞാൻ ചുമ്മാ റഫായിട്ടൊന്ന് എഴുതിയുള്ളൂ. 2x + 5, 8y + 5,
4xy+ ഇതിനൊക്കെ എന്താണ്, ഇതിനൊന്നും ഈക്വൽ സൈൻ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇതിനൊന്നും എന്താ ഈക്വൽ സൈൻ ഇല്ല അല്ലേ? അപ്പോൾ അതെന്താ എക്സ്പ്രഷനാണെന്ന് പറയാം. മനസ്സിലായോ? എക്സ്പ്രഷൻ. ഈക്വൽ സൈൻ ഇല്ല, ഓർത്തോണം. ഈക്വൽ സൈൻ ഇല്ല, അതാണത് എക്സ്പ്രഷൻ. എന്നാൽ ഈക്വൽ സൈൻ എവിടെ വരുന്നോ അതെന്താണ്? ഇക്വേഷനാണ്. എന്താ നിങ്ങളെ? ഇക്വേഷനാണ്. ഈ ഒരു ക്ലൂവും പഠിച്ചു. ഞാൻ ഈ എളുപ്പം മനസ്സിലാകത്തക്ക രീതിയിൽ ഓരോന്നും പറയാം. ഫസ്റ്റ് നമ്മൾ ആൽജിബ്രിക് എക്സ്പ്രഷൻ എന്താണ്, കോൺസ്റ്റൻ്റ് എന്താണ് അല്ലേ? പിന്നെ നമ്മൾ ഇപ്പം സംഖ്യകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇപ്പം 4, 6, 8 ഇങ്ങനെ സംഖ്യകൾ മാത്രമായിരുന്നെങ്കിൽ അതിനെ ന്യൂമറിക്കൽ എക്സ്പ്രഷൻ എന്നും കൂടെ ആകും നിങ്ങളെ പറയുന്നത് കേട്ടോ. അതൊക്കെ ചിലപ്പോൾ ചോദിക്കാം. എന്താ ന്യൂമറിക്കൽ? സംഖ്യ മാത്രമേ വന്നിട്ടുള്ളൂ, ഇതിനകത്ത് വേരിയബിൾ വല്ലതും ഉണ്ടോ? ഇല്ല. ന്യൂമറിക്കൽ എക്സ്പ്രഷൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ വേരിയബിളോട് ഇട്ട് തരുവാണെങ്കിലോ, അതാണ്ട് 4x 8y ഇങ്ങനെ ഇട്ട് തരുവാണെങ്കിലോ അത് ആൾജിബ്രിക് എക്സ്പ്രഷനുമാണ് അല്ലേ? മനസ്സിലായോ? ന്യൂമറിക്കൽ എക്സ്പ്രഷനും ആൾജിബ്രിക് എക്സ്പ്രഷനും തങ്ങളുടെ വ്യത്യാസം മനസ്സിലായോ നിങ്ങളെ? അതൊക്കെ ഒന്ന് റഫായിട്ട് അറിഞ്ഞു വെച്ചേക്കണേ കേട്ടോ. ന്യൂമറിക്കൽ എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ നമ്പർ മാത്രം. ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എന്തോ കാണും? ഒരു കോൺസ്റ്റൻറ്റും ഒരു വേരിയബിളും കാണും. ഒരു വേരിയബിൾ എന്നല്ല കേട്ടോ, വേരിയബിളും കോൺസ്റ്റൻറ്റും വരികയാണെങ്കിൽ അത് ആൾജിബ്രിക് എക്സ്പ്രഷൻ, നമ്പർ മാത്രമാണെങ്കിൽ അത് ന്യൂമറിക്കൽ എക്സ്പ്രഷൻ. ഇതൊക്കെ വൃത്തിയായിട്ടൊരു ബോക്സിലൊക്കെ ഇട്ട് വൃത്തിയായിട്ട് എഴുതിയിട്ട് പഠിക്കാമെങ്കിലുണ്ടല്ലോ നമ്മൾ മറക്കത്തില്ല കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു ഇപ്പോൾ എക്സ്പ്രഷൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഒരു ന്യൂമറിക്കൽ എക്സ്പ്രഷന് ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നോക്കിക്കോ നിങ്ങളെ, എന്ത് ഈ എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞു സൈൻ ഇല്ലാതെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്പ്രഷൻ എന്ന് പറഞ്ഞത്. സൈൻ ഇല്ലല്ലോ, ഇതിനൊന്നും നോക്കിയേ. y+10 x - 6 3p ഇങ്ങനെയൊക്കെ ഞാൻ എഴുതി വെച്ചിരിക്കുക. ഇതൊക്കെ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ. എക്സ്പ്രഷൻ കേട്ടോ. സൈൻ ഇല്ല എന്നുണ്ടെങ്കിൽ, ഈക്വൽ ഇല്ല എന്നുണ്ടെങ്കിൽ, സൈൻ എന്നല്ല ഈക്വൽ ഉണ്ട്, ഇവിടെ ഒന്നും ഈക്വൽ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് y+10 ഈക്വൽ എന്നുള്ള ഈക്വൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്? എക്സ്പ്രഷനാണ് കേട്ടോ. അപ്പം നോക്കിക്കേ, ഇതിനെ സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലോട്ട് മാറ്റണം. ഇക്വേഷൻ, സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇക്വേഷൻ എന്താണെന്ന് പഠിച്ചല്ലോ. ഇക്വേഷൻ എന്ന് വെച്ചാൽ ഈക്വൽ വരുന്നത്. അപ്പോൾ നോക്കിയേ, ഇതിനെ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് മാറ്റാൻ ചോദിക്കാം. y+10 എങ്ങനെ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പറ്റും? അതിന് ഇത്രയും ക്ലൂ നിങ്ങൾ അങ്ങ് പഠിച്ചു വെച്ചേക്കണം. എൻ്റെ പൊന്നു നിങ്ങൾ, ഈ ക്ലൂ എന്തുവാണെന്നറിയാമോ? ഇപ്പം പ്ലസ് വരികയാണെങ്കിൽ എന്താണ് നമ്മുടെ ഫസ്റ്റ് ചോദ്യം തന്നെ? നോക്കിയേ, y+10 ആണ്. y+10 അഡീഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ? തിരിച്ച് റിവേഴ്സിൽ വേണം പറയാൻ. എങ്ങനെ പറയും? 10 ആഡഡ് ടു 2 പ്ലസ് ആണെങ്കിൽ ചില ക്ലൂ ഓർത്ത് വെച്ചേക്കണം. പ്ലസ് അതായത് അഡീഷൻ ആണെങ്കിൽ 2 എന്ന് വേണം എഴുതാൻ. ഒന്നാമത്തെ ക്ലൂ ആണ് നമ്മൾ പഠിക്കുന്നത്. y+10 എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ എഴുതണം? റിവേഴ്സ് വേണം പറയാൻ. അതായത് 10 പ്ലസ് ആയതുകൊണ്ട് ആഡ് അല്ലേ? 10 ആഡഡ് ടു y എന്നാണ്. 2 ആണ് കേട്ടോ, പ്ലസ് ആയതുകൊണ്ട്. ഇനി x - 6 എന്നാണ്. ഇത് നമ്മൾ റിവേഴ്സിലാണ് പറയേണ്ടത്. എങ്ങനെ പറയും? 6 സബ്ട്രാക്റ്റഡ്, ഇത് മൈനസ് ആയതുകൊണ്ട് എന്താണെന്നറിയോ? ഫ്രം എന്ന് പറയണം. ഫ്രം എക്സ്. റിവേഴ്സ് വേണം പറയണം. ഏതൊക്കെയാണെന്നറിയോ? അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്പിളും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റിവേഴ്സിൽ വേണം ആൻസർ പറയാൻ. സ്റ്റേറ്റ്മെൻറ്റിലോട്ട് മാറ്റുമ്പോൾ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? എക്സ്പ്രഷനെ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് മാറ്റാൻ നേരം തിരിച്ച് റിവേഴ്സിൽ പറയുകയും വേണം. 2 ചേർക്കേണ്ടത് കൂട്ടാനാണ്, അഡീഷനാണ്. ഫ്രം ചേർക്കേണ്ടത് കുറയ്ക്കാനാണ്. ഇതൊക്കെ വെറും സിമ്പിൾ അല്ലയോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ചില കുട്ടികൾക്ക് ഇത് എപ്പോഴും ഏതാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് ഡൗട്ട് ഉണ്ടോ നിങ്ങളെ? അതുകൊണ്ട് മാത്രമാണ് ഇത് ഞാൻ പറയുന്നത്. 3p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തോ നിങ്ങളെ? 3p എന്ന് വെച്ചാൽ 3 × p ആണ്. ഇൻറ്റു p എന്ന് വെച്ചാൽ അവിടെ ഗുണിക്കാനാണ് അല്ലേ? മൾട്ടിപ്പിൾ ചെയ്യാനാണ്. അപ്പം ഗുണിക്കാനല്ലേ? മൾട്ടിപ്പിൾ ചെയ്യാനും നമ്മൾ റിവേഴ്സിൽ പറയണം. p മൾട്ടിപ്പിൾഡ് ബൈ ആണ്. p മൾട്ടിപ്പിൾഡ് ബൈ 3 കണ്ടോ? അതായത് തിരിച്ച് വേണം ഈ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്പിളും നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് മാറ്റുമ്പോൾ ലാസ്റ്റിൽ നിന്നും ഫസ്റ്റിലോട്ട് വേണം പറയാൻ. കൂട്ടാനാണെങ്കിൽ 2, കുറയ്ക്കാനാണെങ്കിൽ ഫ്രം, ഗുണിക്കാനാണെങ്കിൽ ബൈ. ആ 3 ക്ലൂ ഓർത്ത് വെച്ചാൽ മതി. മനസ്സിലായോ? ഓക്കെ ആണോ നിങ്ങളെ? അങ്ങനെയാണെങ്കിൽ നോക്കി നമുക്ക് ഡിവിഷൻ തന്നേക്കും അടുത്ത്. ഇപ്പം ഇത് നമ്മൾ തിരിച്ച് പറയണം. ബൈയും 2ഉം ഫ്രമും ഇടാൻ നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഞാൻ ചോദിക്കുവേ. അടുത്ത x/50. x/50 എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ? ഡിവൈഡ് ചെയ്യാനാണ്. ഡിവൈഡ് ചെയ്യാൻ ഒന്നും ആലോചിക്കണ്ട. തന്നിരിക്കുന്ന അതുപോലെ അങ്ങ് എഴുതി വെച്ചാൽ മതി. x ഡിവൈഡഡ് ബൈ
എന്താ 15 എക്സ് ഡിവൈഡഡ് ബൈ 15 തന്നിരിക്കുന്ന അതുപോലെ എഴുതി വെച്ചാൽ മതി ഡിവിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ. മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിയോ നിങ്ങളെ, -2x ഫസ്റ്റ് ഇത് നോക്കണേ, ഞാൻ എക്സാമ്പിൾ എഴുതുക. ഇവിടെ നിങ്ങൾ ഇത് നോക്കണ്ട, -2x അല്ലേ, -2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 2ൻ്റെ കൂടെ എക്സ് ഇൻറ്റു ചെയ്താണ്, -2 ഇൻറ്റു എക്സ് ആണ് അല്ലേ, ഇൻറ്റു ഗുണനം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, റിവേഴ്സിൽ പറഞ്ഞിട്ട് എന്താ ഇൻറ്റു വന്നു കഴിഞ്ഞാൽ എങ്ങനെ ബൈ ആണ്. അപ്പം എക്സ് എങ്ങനെ പറയും, എക്സ് മൾട്ടിപ്പിൾഡ് എങ്ങനെ ബൈ -2, എക്സ് മൾട്ടിപ്പിൾഡ് ബൈ -2. മനസ്സിലായോ? 20m എന്ന് വെച്ചാൽ 20 ഇൻറ്റു എം ആണ്. ഏതൊരു സംഖ്യ നിങ്ങൾ ഓർത്തോണം. ഇപ്പം 10x അതിൻ്റെ അർത്ഥം എന്താ, 10 ഇൻറ്റു എക്സ് ആണ് അല്ലേ. 9y എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങളെ, 9 ഇൻറ്റു വൈ ആണ്. 6xyz എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, 6 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ ഇൻറ്റു ഇസഡ് ആണെന്ന് ഓർത്തോണോ കേട്ടോ. ഓക്കെ ആണോ? ഇതൊക്കെ നല്ലതുപോലെ മനസ്സിലായെങ്കിലേ കണക്ക് ചെയ്യാൻ പറ്റത്തുള്ളേ. അപ്പം നമ്മളോട് 20m അല്ലേ, 20m എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, 20 ഇവിടെ 15 എഴുതിയിരിക്കുന്നത് അല്ലേ. ഓക്കെ, ഒരിടത്തും 15 എ. ഓക്കെ, 15 നമ്മൾ 15 എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞു 15 ഇൻറ്റു എ ആണ് അല്ലേ, 15 ഇൻറ്റു എ ആണ്. 15 ഇൻറ്റു എ ഞാനിവിടെ വെറുതെ ഒന്ന് കാണിച്ചിട്ടുണ്ട്, ഇൻറ്റു ആണെന്നറിയാം. കാരണം നിങ്ങൾക്ക് ചാടിക്കയറി ചെയ്യുമ്പോൾ തെറ്റാതിരിക്കാൻ വേണ്ടി എഴുതിയത്, ഇങ്ങനെ എഴുതി വെക്കരുത്. കാരണം എന്താ, 15 എ എന്ന് വെച്ചാൽ 15 ഇൻറ്റു എ ആണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടായതുകൊണ്ട് ഞാനൊന്ന് കാണിച്ചതാണ്. അപ്പം മൾട്ടിപ്പിൾ ആണ്, മൾട്ടിപ്പിൾ വരുമ്പോൾ തിരിച്ച് എ മൾട്ടിപ്പിൾഡ് ബൈ 15 ബൈ ആണ്, മൾട്ടിപ്പിൾഡ് ആയതുകൊണ്ട് ബൈ ആണ്. അടുത്ത് നോക്കിയേ, y + 100 കൂട്ടാനാണ് അല്ലേ. അഡീഷൻ വന്നു കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്തിട്ട് എന്താ, അഡീഷൻ വന്നാൽ 2, അപ്പോൾ 100 ആഡഡ് ടു വൈ, 100 ആഡഡ് ടു വൈ, 2ഉം വൈയും ഫ്രമും തെറ്റല്ലേ കുഞ്ഞുങ്ങളെ. 100 ആഡഡ് ടു എന്താ വൈ. അടുത്ത് നോക്കിക്കേ, 20 സബ്ട്രാക്റ്റഡ് ബൈ, അല്ല കുറയ്ക്കാനല്ലേ, അപ്പോൾ ഫ്രം എക്സ്, 20 സബ്ട്രാക്റ്റഡ് ഫ്രം എക്സ്. നോക്കിയേ, ഡിവിഷൻ A/10, A ഡിവൈഡഡ് 10. ഇത്രയും നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ, നല്ലപോലെ അത് മനസ്സിലാക്കി എഴുതിയെടുക്കണേ കേട്ടോ. ഓക്കെ ആണല്ലോ അത്രയും? അപ്പോൾ അത്രയും നമ്മൾ കഴിഞ്ഞു. വേറെ നോക്കിക്കേ, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. കാരണം നിങ്ങളത് ടെസ്റ്റിലെ കുറേ ഉണ്ട്, ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആൻസറുകൾ മാത്രം പഠിച്ചുകൊണ്ട് പോകരുത്. അത് മാത്രമൊന്നും ആയിരിക്കത്തില്ല പരീക്ഷയ്ക്ക് ചോദിക്കേണ്ടത്. കാരണം ഇതറിയാമെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇവിടെ നോക്കി അഡീഷനാണ്, അഡീഷൻ വന്നു കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്തിട്ട് 2 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 15 ആഡഡ് ടു എക്സ്, ഇവിടെ മൈനസ് ആണ് അല്ലേ, കുറയ്ക്കാനാണ്. അപ്പോൾ റിവേഴ്സ് പറഞ്ഞിട്ട് ഫ്രം, അപ്പോൾ 20 സബ്ട്രാക്റ്റഡ് ഫ്രം വൈ. ഇവിടെ 4p എന്ന് വെച്ചാൽ 4 ഇൻറ്റു പി മൾട്ടിപ്പിൾ ആണ്, അപ്പോൾ പി മൾട്ടിപ്പിൾഡ് ബൈ ആണ് 4. അടുത്ത -6q, 6q എന്ന് വെച്ചാൽ 6 ഇൻറ്റു ക്യൂ ആണ്, അപ്പോൾ ക്യൂ എന്താ മൾട്ടിപ്പിൾഡ് ബൈ -6. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ 2 ഡിജിറ്റ് ഒക്കെ വന്നാൽ എങ്ങനെ നോക്കിയോ നിങ്ങളെ, 4x + 3 നോക്കണേ. 4x + 3 ഇവിടെ 2 ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. എന്തുവാണെന്നറിയോ, ഈ 4x എന്ന് പറയുന്നത് 4 ഇൻറ്റു എക്സ് ആണ് അല്ലേ. അപ്പോൾ അവിടെ ഒരു മൾട്ടിപ്പിൾ നടക്കുന്നുണ്ട്, ഒരു അഡീഷനും നടക്കുന്നുണ്ട് അല്ലേ. 4x എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ, 4 ഇൻറ്റു എക്സ് ആണ് 4x. ആ 4x +3 എന്നാണ് നമ്മുടെ ചോദ്യം അല്ലേ. 4x എന്ന് വെച്ചാൽ 4 ഇൻറ്റു എക്സ് ആണ് +3. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, അവിടെ എന്തൊക്കെ വന്നിട്ടുണ്ട്, ഇൻറ്റും വന്ന് എന്താ, ഇൻറ്റും വന്നു പ്ലസും വന്നു അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ, ഇവിടെ ഫസ്റ്റ് നമ്മൾ എന്താ, ഫസ്റ്റ് ഇതിനെ ചെയ്യണം അല്ലേ. എക്സ് മൾട്ടിപ്പിൾഡ് ബൈ 4 നമ്മൾ മുമ്പ് ചെയ്തില്ലേ. 4x എന്ന് വെച്ചാൽ എന്താണ്, എക്സ് മൾട്ടിപ്പിൾഡ് ബൈ 4 ആൻഡ് പിന്നെന്താ, ആൻഡ് 3 ആഡഡ് ടു. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യണം, ഈ 3നെ ഇതിൻ്റെ കൂടെ 3 ആഡഡ് ടു പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ എന്താ, നമ്മളിപ്പോൾ ഈ കിട്ടിയ പ്രൊഡക്റ്റിന് വെച്ചാൽ 4xൻ്റെ കൂടെ ആഡ് ചെയ്യണം. അതെല്ലാവർക്കും തെറ്റുന്നുണ്ട്, എടുത്ത് ഞാൻ പറഞ്ഞതാണ്. ഫസ്റ്റ് നമ്മൾ 4x എന്ന് വെച്ചാൽ 4 ഇൻറ്റു എക്സ്, എക്സിനെ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് പിന്നെ വേണം കൂട്ടാൻ കേട്ടോ. അപ്പോൾ അതിങ്ങനെ തന്നെ വേണം എഴുതാൻ. അങ്ങനെയെങ്കിൽ നോക്കിക്കുക, അടുത്ത് 3y - 4 ആവും നിങ്ങളെ, -4. അപ്പോൾ 3y എന്ന് പറയുന്നത് എന്താ, 3 ഇൻറ്റു വൈ ആണ്. അപ്പോൾ y മൾട്ടിപ്പിൾഡ് ബൈ 3 ആൻഡ് 4 സബ്ട്രാക്റ്റഡ് ഫ്രം ആണ്. എന്തുകൊണ്ടാണ് ഫ്രം വന്നേ, അവിടെ കുറയ്ക്കാനായതുകൊണ്ട്
ഫ്രം പ്രൊഡക്റ്റ്. ഇത് നല്ലപോലെ അറിയണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഇതൊക്കെ 1, 2 മാർക്കിന് 3-4 ക്വസ്റ്റ്യൻ എങ്ങനെയും ഒക്കെ കാണും. ഫില്ലപ്പിനും മാച്ച് ദ ഫോളോയിങ്ങിനും ഒക്കെ ഇതൊക്കെ വരുന്നതാണ് കേട്ടോ. പക്ഷേ അറിയാവുന്നവർക്ക് ഇത് എളുപ്പമല്ലേ, കാരണം ഡിവിഷൻ വന്ന് നോക്കിയേ, A/6. ഈ ഡിവിഷൻ എളുപ്പമാണ്, നേരെ അങ്ങ് പറഞ്ഞാൽ മതി. പിന്നെ നിങ്ങൾക്ക് തെറ്റുന്നതാണ് ഇവിടെ ആയിരിക്കും, കാരണം ഇവിടെ 2 ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ഒന്നെന്താ 3y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × y ആണ്. അപ്പോൾ നമ്മൾ ആദ്യമേ അതിനെ എഴുതണം. എങ്ങനെ എഴുതാം? y മൾട്ടിപ്പിൾഡ് 3 എന്ന് എഴുതണം. മൾട്ടിപ്പിൾഡ് ബൈ ആണോ 2 ആണോ ഫ്രം ആണോ എന്ന് ആലോചിച്ചിട്ട് വേണം എഴുതാൻ. പിന്നെ -4 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ചാടിക്കയറി എഴുതരുത്. 4 സബ്ട്രാക്റ്റഡ് ഫ്രം പ്രൊഡക്റ്റ് കേട്ടോ. ഇത് നല്ലപോലെ അറിയണം. ഇത് 2 എണ്ണം, ബാക്കിയെല്ലാം അറിയാവുന്ന എനിക്ക് അറിയാം, പക്ഷേ ഇത് 2 എണ്ണം നല്ലപോലെ നോക്കി മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ അത്രയും. ഇനി നമ്മളെ പിന്നെ എന്താ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് തന്നിട്ട് നിങ്ങളെ എക്സ്പ്രഷനിലോട്ട് മാറ്റാനും തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കാം അല്ലേ. സ്റ്റേറ്റ്മെൻറ്റിലോട്ട് തരും. ഇപ്പം ദ സം ഓഫ് ലിറ്ററൽ A ആൻഡ് B. സം എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ കൂട്ടാനാണ് അല്ലേ. സം ഓഫ് ലിറ്ററൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേറൊരു വാക്കാണ് എന്താ, നമ്മളിപ്പോൾ പറഞ്ഞു വേരിയബിൾ അല്ലേ. ദ സം ഓഫ് ലിറ്ററൽ A ആൻഡ് B. എയും ബിയും കൂട്ടാനാ പറഞ്ഞേ സം. അപ്പോൾ എന്താ A + B. മനസ്സിലായോ? അടുത്ത ദ സം ഓഫ് 2x ആൻഡ് -3y. സം ഓഫ് എന്ന് കേട്ടാൽ എന്താവും ഞങ്ങളെ കൂട്ടാനാണ്. എന്തിനെ? 2x ആൻഡ് എന്ന് വെച്ചാൽ കൂട്ടുക അല്ലേ. ആൻഡ് പ്ലസ് -3y കണ്ടോ. 2x സം ഓഫ് പ്ലസ് -3y. തെറ്റല്ലേ ഇത്? ഇനി 2 > x. 2 > എന്ന് വെച്ചാൽ കൂട്ടുക എന്ന് കേട്ടോ. ലെസ് ദാൻ കുറയ്ക്കുക, മോർ ദാൻ കൂട്ടുക. അറിയണേ, 2 > x എന്ന് ചോദിച്ചാൽ 2 + x ആണ്. എപ്പോഴും നമ്മൾ എന്താവും ഞങ്ങൾ എഴുതുന്നത്? വേരിയബിളിനെ ഫസ്റ്റിൽ എഴുതണം കേട്ടോ. ഇത് റീഅറേഞ്ച് ചെയ്ത് എഴുതണം. അതായത് വേരിയബിളിനെ ഫസ്റ്റ് എഴുതിയിട്ട് x + 2 എന്ന് വേണം എഴുതാൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതിയെടുക്കണേ കേട്ടോ. ഈ മോഡൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഏത് കണക്ക് നിങ്ങൾക്ക് ഇതിലെ തന്നാലും ചെയ്യാൻ പറ്റും. മോഡൽ അറിയണം. അതായത് ഇത് എന്താ, സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിരിക്കുന്നതിനെ എക്സ്പ്രഷനിലോട്ട് മാറ്റിയതാണ്. ഇത് നമ്മൾ കുറേ ചെയ്ത് ഇതല്ലേ കണക്കല്ലേ. ഇപ്പോൾ A + B എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബി ആഡഡ് A അല്ലേ. തിരിച്ച് അല്ല ആൽഫബറ്റ് ഓർഡർ അനുസരിച്ച് A + B. ദ സം ഓഫ് വേരിയബിൾ, ഇവിടെ ലിറ്ററലിന് പകരം വേരിയബിൾ എന്ന് ഉപയോഗിച്ചാലും മതി കേട്ടോ. ലിറ്ററൽ A ആൻഡ് B, A + B എന്ന് എഴുതണം. ഇത് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഫോം തിരിഞ്ഞു പോകല്ലേ കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടുത്ത സബ്ട്രാക്ഷൻ നോക്കിയേ. ലെസ് ദാൻ എന്ന് പറയുമ്പോൾ എന്താകുമ്പോൾ മോർ ദാൻ എന്ന് വെച്ചാൽ കൂട്ടാനാണെന്ന് അറിഞ്ഞു. 2 + x ആണ് അല്ലേ. 2 + x. അങ്ങനെയാണെങ്കിൽ ലെസ് ദാൻ എന്ന് വെച്ചാൽ കുറയ്ക്കണം. ഏതാ? y <4 എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ? y <4. 4-ൽ നിന്നും തിരിച്ച് വേണേ പറയാം, 4-ൽ നിന്നും y കുറയ്ക്കണം. 4 - y. അപ്പം നമ്മൾ പറഞ്ഞു എന്താ, എപ്പോഴും വേരിയബിൾ ഫസ്റ്റ് എഴുതണം. അപ്പം എങ്ങനെ എഴുതണം? y - 4 കേട്ടോ. വേരിയബിൾ ഫസ്റ്റ് എഴുതണേ. അടുത്ത A സബ്ട്രാക്റ്റഡ് ഫ്രം B. A സബ്ട്രാക്റ്റഡ് ഫ്രം B. ബിയിൽ നിന്നും, ഫ്രം എന്ന് വെച്ചാൽ നിന്നല്ലേ, ബിയിൽ നിന്നും A സബ്ട്രാക്റ്റ് ചെയ്യാൻ. ഫ്രം എന്ന് വെച്ചാൽ നിന്നെന്നാണ്. ബിയിൽ നിന്ന് A സബ്ട്രാക്റ്റ് ചെയ്യാൻ. അടുത്തൊക്കെ B ഡിമിനിഷ്ഡ്. ഡിമിനിഷ് എന്ന് വെച്ച് കഴിഞ്ഞാലും കുറയ്ക്കുക എന്നാണ് കേട്ടോ. മോർ ദാൻ കൂടുതൽ, ലെസ് ദാൻ കുറവ്. ഡിമിനിഷ് എന്നുള്ള വാക്ക് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുവാണെങ്കിൽ കുറവെന്നാണ് കേട്ടോ. B ഡിമിനിഷ്ഡ് ബൈ A എന്ന് വെച്ചാൽ എയിൽ നിന്നും കുറച്ച് കുറവ് B എന്നാണ് കേട്ടോ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഡിവിഷൻ മെത്തേഡിൽ നമ്മൾ മുമ്പ് പറഞ്ഞാൽ ഒന്നും ആലോചിക്കേണ്ട. അതിന് x / 6 x/6. സം ഓഫ് എക്സ് എന്ന് വെച്ചാൽ കൂട്ടാനാണ്. സം ഓഫ് x ആൻഡ് 3 x ആൻഡ് എന്ന് വെച്ചാൽ കൂട്ടാനാവും നിങ്ങൾ. x + 3. അപ്പം ഡിവൈഡഡ് ബൈ 2. ആ ചോദ്യം അതുപോലെ തന്നെ അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. ഇതിലെ കുറേ എക്സർസൈസ് ഞാൻ അങ്ങ് എഴുതിയായിരുന്നു. അടുത്തൊക്കെ A ഇൻക്രീസ്ഡ് ബൈ 15 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ് എന്ന് വെച്ചാൽ കൂട്ടുക എന്നാണ്. അപ്പോൾ A + 15. A ഇൻക്രീസ്ഡ് ബൈ 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ A + ഇൻക്രീസ് എന്ന് വെച്ചാൽ കൂടുക. സബ്ട്രാക്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറയ്ക്കുക. A ഫ്രം എവിടെയാണോ കിടക്കുന്നത്, ഓക്കെ, ഫ്രം എന്താ 3B. അപ്പോൾ 3Bയിൽ നിന്നും A കുറയ്ക്കുക. ഇത് വാക്ക് കേട്ടാൽ തന്നെ നമുക്കറിയാം നിങ്ങളെ. ഫ്രം അല്ലെ, ബൈ 2. മുമ്പ് നമ്മൾ ഫ്രമും ബൈയും 2ഉം പഠിച്ചില്ലേ. എക്സ് ഡിക്രീസ് എന്ന് വെച്ചാൽ കുറയുക ബൈ 12. അപ്പോൾ 12-ൽ നിന്നും എക്സ് കുറയ്ക്കുക അല്ലേ. എക്സ് ഡിക്രീസ്ഡ് ബൈ 12. എക്സ് ഡിക്രീസ്ഡ് ബൈ 12. 5 ടൈം എക്സ് എന്ന് വെച്ചാൽ 5x. ആഡഡ് എന്ന് വെച്ചാൽ പ്ലസ്. 3 ടൈം y 3y. 3 ടൈം എന്ന് വെച്ചാൽ 3 വട്ടം y ഉണ്ടെന്ന്. 3y. 5 ടൈം x അപ്പോൾ 5x. ആഡഡ് എന്ന് വെച്ചാൽ പ്ലസ്.
ടു 9 ടൈം വൈ കണ്ടോ 9 ടൈം ഏതത് 9y. ഡിവൈഡിൻ്റെ കാര്യം ഒന്നും ആലോചിക്കേണ്ട. 50/x എന്ന് വെച്ചാൽ 50/x. ഡിവൈഡ് ദ പ്രൊഡക്റ്റ് ഓഫ് എക്സ്. പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താവും നിങ്ങളെ ഇൻറ്റു ചെയ്യാനാണ് അല്ലേ. പ്രോഡക്റ്റ് ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു പ്രോഡക്റ്റ് എക്സ് ആൻഡ് എത്ര 3y/2z കേട്ടോ. ഇത് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെയുള്ള കണക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ സമാധാനത്തെ ഇരുന്ന് പഠിച്ചെങ്കിലേ ഈ കണക്കുകൾ മനസ്സിലാവത്തുള്ളൂ. ചാടിക്കറി ഇപ്പം നമുക്ക് പറയുമ്പോൾ എല്ലാം അറിയാം, പക്ഷേ നിങ്ങൾ ഈ വാക്കുകൾ ഓർത്താൽ മതി. സം ഓഫ് വന്നാൽ, മോർ ദാൻ വന്നാൽ, ലെസ് ദാൻ വന്നാൽ, ഡിമിനിഷ്ഡ് വന്നു കഴിഞ്ഞാൽ, ഇൻക്രീസ് വന്നാൽ, ഡിക്രീസ് വന്നാൽ, 5 ടൈംസ് എന്ന് വന്നാൽ, പ്രൊഡക്റ്റ് വന്നു, ഇങ്ങനെ എൻ്റെ എല്ലാം അർത്ഥം എന്തുവാന്ന് അറിഞ്ഞിട്ട് അങ്ങ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ. ഇവിടെ ആൽജിബ്രിക് x+5 എന്ന് വെച്ചാൽ എന്താ 5 മോർ ദാൻ എക്സ് എന്നാണ് കേട്ടോ. 5 മോർ ദാൻ എക്സ്. x+5 നമ്മൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് എങ്ങനെയാ ഇപ്പം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് മാറ്റുമ്പോൾ 5 മോർ. അതുപോലെ തന്നെ 3x + 4 എങ്ങനെ എഴുതണം? 3 ടൈംസ് എക്സ് എന്ന് എഴുതണം അല്ലേ. 3 വട്ടം എക്സ് ഉണ്ട്, ആഡഡ് 4 ഇങ്ങനെ എഴുതാം കേട്ടോ. നമ്മളിപ്പോൾ പറഞ്ഞില്ല x+4 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങളെ എക്സ് ആഡഡ് 5 എന്നും എഴുതാം, എക്സ് 5 മോർ ദാൻ എക്സ് എന്ന് എഴുതാം കേട്ടോ. അടുത്ത 3x എന്ന് വെച്ചാൽ 3 ടൈം എക്സ് ഉണ്ട് കേട്ടോ. 3x എന്ന് വെച്ചാൽ 3 വട്ടം എക്സ് ആഡഡ് 4. ഇനി x-4 4 ലെസ് ദാൻ അല്ലേ, ഫ്രം ലെസ് ദാൻ കുറയ്ക്കാനാണ് 4 ലെസ് ദാൻ എക്സ്. 4x + 3y നോക്കണേ. ഇത് 4x + 3y. നമ്മൾ 4x നമ്മൾ പറഞ്ഞു ഇങ്ങനെ തരുമ്പോൾ എന്താണ് ആദ്യമേ അതിനെ 2 ആക്കണം. അപ്പോൾ 4x എന്ന് വെച്ചാൽ 4 × x ആണ്. അപ്പോൾ x × 4 അല്ലേ, x × 4 ആൻഡ് ആഡഡ് എന്താ 3y × 3 അല്ലേ. എപ്പോഴും തിരിച്ച് വേണേ പറയാൻ. x × 4 + y × 3. ഇത് നോക്കൂ നിങ്ങളെ 4 2a - 3b എന്ന് വെച്ചാൽ എന്താ 4 വട്ടം 2a - 3b ഉണ്ടത്. അപ്പോൾ 4 ടൈംസ് അല്ലേ, 4 വട്ടം 2a - 4 അല്ലേ വെളിയിൽ കിടക്കുന്നത്, 4 വട്ടം 2a - 3b. അപ്പോൾ എങ്ങനെ എഴുതും? 4 ടൈംസ് 2a - ബിറ്റ്വീൻ എന്ന് വെച്ചാൽ ഡിഫറൻസ് ആണ് അല്ലേ. ഡിഫറൻസ് ബിറ്റ്വീൻ 2 ടൈംസ് a ആൻഡ് 3 ടൈംസ് b. 2 ടൈംസ് a ആൻഡ് 3 ടൈംസ് b. 4 ടൈംസ് 4 ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 ടൈംസ് ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇവിടെ കുറയ്ക്കാനാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ 2 ടൈം എയും 3 ടൈം ബിയും കേട്ടോ. ഇനി 4abc എന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? 4 ടൈംസ് ദ പ്രൊഡക്റ്റ് ഓഫ് ABC. പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ 4abc എന്ന് വെച്ചാൽ മുമ്പ് നമ്മൾ പറഞ്ഞു 4 × a × b × c ആണ് അല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രൊഡക്റ്റ് അല്ലേ 4 ടൈംസ് ABC പ്രൊഡക്റ്റ് ആണ്. 4 ടൈംസ് ദ പ്രൊഡക്റ്റ് ഓഫ് ABC. അടുത്ത 2p + 3q കൂട്ടാനല്ലേ നിങ്ങളെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദ സം ഓഫ് 2 ടൈംസ് പിയും 3 ടൈംസ് q കേട്ടോ. ഇതാണ് കൂട്ടാനാണ്. അപ്പം ദ സം ഓഫ് 2 ടൈം p ഉണ്ട്. 2 ടൈം എന്ന് വെച്ചാൽ എന്താ 2 × p 2 ടൈം p ആൻഡ് 3 ടൈം q കേട്ടോ. ഇതൊക്കെ നല്ലതുപോലെ അറിയണം. ഇത് നോക്കി 24xy മുമ്പ് നമ്മൾ ചെയ്ത രീതി തന്നെ എന്താ 24 പ്രൊഡക്റ്റ് ഓഫ് 24 × xy × y ഇല്ലേ 24xy. അപ്പോൾ നമ്മളങ്ങനെ എഴുതും പ്രൊഡക്റ്റ് ഓഫ് xy × 24. ഇതൊക്കെ നല്ലതുപോലെ പഠിക്കണം കേട്ടോ. പ്രൊഡക്റ്റാണ് എന്ന് വെച്ചാൽ 24xy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 × xy × y എന്നാണ് അല്ലേ. അപ്പോൾ ഇതെന്ത് ചെയ്യാനാ പ്രൊഡക്റ്റാണ്. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് xy x-ഉം y-ഉം × 24 കേട്ടോ. ഇത് 4 നിങ്ങൾ ചെയ്ത് വേണം പഠിക്കാൻ. ചെയ്താണ് എപ്പോഴും പഠിക്കേണ്ടത് കേട്ടോ, നോക്കിയിരിക്കരുത്. അപ്പം നമ്മൾ ഇനി അടുത്ത് എന്താവും നിങ്ങളെ അടുത്ത ഇതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് കോഎഫിഷ്യൻറ്റ്. എന്താണ് കോഎഫിഷ്യൻറ്റ്? എന്താണ് ഈ കോഎഫിഷ്യൻറ്റ്? എ ഫാക്ടർ ഓഫ് എ ടേം ഈസ് കാൾഡ് കോഎഫിഷ്യൻറ്റ്. എ ഫാക്ടർ ഓഫ് എ ടേം ഈസ് കാൾഡ് കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ഫാക്ടർ എന്നാൽ എന്താ? നിങ്ങളുടെ ടെസ്റ്റ് ഫാക്ടർ ഉണ്ടോ നിങ്ങൾ? മൊത്തത്തിൽ ഞാനങ്ങ് ഒരറ്റത്തുനിന്ന് എഴുതിയത്. അപ്പോൾ കോഎഫിഷ്യൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എ ഫാക്ടർ ഓഫ് എ ടേം ഈസ് കാൾഡ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ റിമൈനിങ് 4. അതായത് എക്സാമ്പിൾ നോക്കൂ നിങ്ങൾ. കോഎഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ എന്താണെന്നല്ലേ? ഇപ്പോൾ 5xy എന്ന് പറയുന്ന ചോദ്യം 5xy. ഇവിടുത്തെ 5 ആരാണ്?
5 എന്ന് വെച്ചാൽ നമ്പർ അല്ലേ, അപ്പോൾ അത് ന്യൂമറിക്കൽ കോഎഫിഷ്യൻ്റ് ആണ്. 5xyയിലെ 5 എന്ന് പറയുന്ന അവിടുത്തെ ന്യൂമറിക്കൽ കോഎഫിഷ്യൻ്റ് ആണ്. പിന്നെ xy എന്ന് പറയുന്നതോ ലിറ്ററൽ കോഎഫിഷ്യൻ്റ്. ലിറ്ററൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേരിയബിൾ ആണ്. ഈ എക്സും വൈയും അവിടുത്തെ വേരിയബിളും അല്ലെങ്കിൽ ലിറ്ററൽ കോഎഫിഷ്യൻറ്റും എന്താ 5 എന്ന് പറയുന്ന അവിടുത്തെ ന്യൂമറിക്കൽ കോഎഫിഷ്യൻറ്റുമാണ്. അത് അറിഞ്ഞാൽ മതി. അവിടുത്തെ കോഎഫിഷ്യൻ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ന്യൂമറിക്കൽ കോഎഫിഷ്യൻ്റ് ആണെങ്കിൽ അത് 5ഉം ലിറ്ററൽ കോഎഫിഷ്യൻ്റ് ആയത് എക്സും വൈയുമാണ്. അപ്പം നമ്മുടെ അടുത്ത് ചോദിച്ചാൽ 5 അവിടുത്തെ ന്യൂമറിക്കൽ കോഎഫിഷ്യൻ്റ്. അങ്ങനെയാണെങ്കിൽ 3x² ന്യൂമറിക്കൽ ആരാണ്? ന്യൂമറിക്കൽ അവിടുത്തെ 3ഉമാണ്. പിന്നെ ലിറ്ററൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ x² അല്ലേ? മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ -15xy² ന്യൂമറിക്കൽ കോഎഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ -15 ആണ്. സൈൻ ഇടാൻ മറക്കല്ലേ നിങ്ങളെ. സൈൻ ഇട്ടില്ലേ ആൻസർ തെറ്റാണ്. നമുക്ക് തന്നിരിക്കുന്ന ടേംസ് എന്താണെന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാം. തന്നിരിക്കുന്ന ടേംസിൻ്റെ തൊട്ട് ലെഫ്റ്റിൽ കിടക്കുന്ന സൈൻ നോക്കിയിട്ട് വേണം ഇത് എഴുതാൻ കേട്ടോ. അപ്പോൾ കോഎഫിഷ്യൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പിന്നെ തന്നിരിക്കുന്ന സംഖ്യയുടെ തന്നിരിക്കുന്നതിൽ നോക്കിയേ ന്യൂമറിക്കലും ഉണ്ട് വേരിയബിളും ഉണ്ട് കേട്ടോ. ന്യൂമറിക്കൽ എന്ന് വെച്ചാൽ നമ്പർ, ആ നമ്പറാണ് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞില്ലേ കോഎഫിഷ്യൻ്റ് എന്താണ് നിങ്ങളെപ്പോൾ ഇവിടെ നോക്കുക. ടേംസ് എന്ന് വെച്ചാൽ എന്തോന്നറിയോ? ഇവിടെ തന്നായിരുന്നല്ലേ, ഇത്രക്കുണ്ട് പുറത്തുണ്ടോ നിങ്ങളെ. ടേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വിധമുണ്ട് കേട്ടോ. ടേംസ് 2 വിധമാണ്. 2 ടൈപ്പ് ഓഫ് ടേംസ്. ഒന്ന് ലൈക്ക് ടേംസും 2 അൺലൈക്ക് ടേംസും. ലൈക്ക് ടേംസും അൺലൈക്ക് ടേംസും. ടേംസിൻ്റെ ഇടയിൽ പ്ലസോ മൈനസോ വന്നാൽ ടേം സെപ്പറേറ്റ് ആയിട്ട് അങ്ങ് മാറും. നമ്മൾ പഠിക്കുന്ന ടേംസ് ആണ്. ടേംസ് ലൈക്കും ഉണ്ട് അൺലൈക്കും ഉണ്ട്. എന്തും ഈ ലൈക്ക് ടേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ വേരിയബിൾ വരുന്നതാണ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നോക്കിയേ 7x 9x 10ab 20ab. നമ്പർ നോക്കണ്ട, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്പർ നിങ്ങൾ നോക്കണ്ട. തന്നിരിക്കുന്ന വേരിയബിൾ ഒരുപോലെയാണോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. വേരിയബിൾ നോക്കൂ നിങ്ങൾ. ഇവിടെ എക്സ്, ഇവിടെ എക്സ്, ഇവിടെ എ ബി, ഇവിടെ എ ബി, ഇവിടെ എം, ഇവിടെ എം. അങ്ങനെ ഒരേപോലെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈക്ക് ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ടേംസ് ലൈക്ക് ടേംസ് എന്ന് വെച്ചാൽ എന്താ? ഒരേ വേരിയബിൾ ആയിരിക്കണം. ഇപ്പം നോക്കിയേ 9xy പിന്നെ 8yx എന്ന് തന്നു കഴിഞ്ഞാൽ അത് ലൈക്കാണോ അൺലൈക്കാണോ? നിങ്ങളെ നോക്കിക്കേ 9xyയും 8xyയും തന്നു കഴിഞ്ഞാൽ അത് ലൈക്കാണോ അൺലൈക്കാണോ? ലൈക്കാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഈ XY തന്നെ ഇതിനകത്തിലും ഉണ്ട്. തിരിഞ്ഞ് അപ്പുറം ഇപ്പുറം കിടക്കുന്നതേ ഉള്ളൂ. XY എന്നുള്ളത് YZ എന്ന് YX എന്ന് എഴുതുന്നേ ഉള്ളൂ, തിരിഞ്ഞെന്നേ ഉള്ളൂ. കാരണം രണ്ടും അതിനകത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയിരുന്നേ ഉള്ളൂ, അവരതിനകത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് ലൈക്കാണ്. എന്നാൽ 9xyയും എന്താ ഇപ്പം 8xy² വന്ന് വെച്ചു, അത് ലൈക്കാണോ അൺലൈക്കാണോ? ഇവിടെ XY ഈ എക്സിൻ്റെ എല്ലാം എന്ന് വെച്ചാൽ വേരിയബിളിനെല്ലാം 1 എന്നുള്ള വാല്യൂ ഉണ്ട് കേട്ടോ. എല്ലാ വേരിയബിളിനും 1 എന്നുള്ള വാല്യൂ ഉണ്ടെന്ന് ഓർത്തോണം. അപ്പം XY ഇവിടോ Y² ആണ്. അപ്പോൾ അതെന്താണ്? അൺലൈക്കാണ്. അങ്ങനെയാണ് ഈ അൺലൈക്ക് എന്ന് പറയുന്നത്. എന്താ? ഡിഫറൻറ്റ് വേരിയബിൾ. മനസ്സിലായോ? ലൈക്ക് ടേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം വേരിയബിളും സെയിം പവറുമായിരിക്കണം. പവർ എന്ന് വെച്ചാൽ അറിയാമല്ലോ, പവർ ഇപ്പം എന്താ 6:3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതതിൻ്റെ ബേസാണ്. അതിൻ്റെ മുകളിൽ തരുന്നതിനെയാണ് പവർ എന്ന് നമ്മൾ പറയുന്നത്. ബേസും പവറും കേട്ടോ, അതറിയാമല്ലോ. അപ്പോൾ 2/3 എന്ന് പറഞ്ഞാൽ താഴെ തരുന്നത് ബേസും മുകളിൽ തരുന്ന പവർ അല്ലെങ്കിൽ എക്സ്പൊണൻ്റ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യയുടെ വേരിയബിൾ എല്ലാം ഒരേപോലെ ആണെങ്കിൽ എന്താ? അത് ലൈക്കുമാണ്. വേരിയബിൾ ഡിഫറൻറ്റ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ പവർ ഡിഫറൻറ്റ് വരികയാണെങ്കിൽ അത് അൺലൈക്കുമാണ്. മനസ്സിലായോ നിങ്ങളെ? ഇപ്പോൾ 20x 15xy എന്ന് വന്നു കണ്ടോ. ഇത് ലൈക്കാണോ അൺലൈക്കാണോ? ഇത് അൺലൈക്കാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ നോക്കിയ വേരിയബിൾ ഇവിടെ എക്സേ ഉള്ളൂ, ഇവിടെ XY ഉണ്ട്. അപ്പോൾ ഡിഫറൻ്റ് അല്ലേ? അപ്പോൾ അത് അൺലൈക്കാണ്. അപ്പോൾ ലൈക്കും അൺലൈക്ക് മനസ്സിലായല്ലോ. ഒരേ വേരിയബിൾ വരികയാണെങ്കിൽ മാത്രമേ അതെന്തുള്ളൂ? ലൈക്കുള്ളൂ, ഇല്ലെങ്കിൽ അത് അൺലൈക്കാണ് കേട്ടോ. അൺലൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻറ്റ് വേരിയബിളും ഡിഫറൻറ്റ് പവറുമായിരിക്കും കേട്ടോ. ഡിഫറൻറ്റ് പവറും ആണെങ്കിൽ അത് എന്താ? അൺലൈക്ക് എന്ന് വെച്ചാൽ ഇതല്ലാതുള്ളതല്ല, ലൈക്ക് അല്ലാത്ത എല്ലാം അൺലൈക്കാണ് കേട്ടോ. അതിൻ്റെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇപ്പം x² നിങ്ങളുടെ ടെസ്റ്റിലെയാണ്. x² എന്ന് പറയുന്നത് XA ഇൻറ്റു എക്സ് ആണ് നിങ്ങളെ കേട്ടോ. എന്താ? XA ഇൻറ്റു എക്സ് ആണ് x². x³ എന്ന് വെച്ച് കഴിഞ്ഞാൽ XA ഇൻറ്റു എക്സ് ആണ് x³. അപ്പം ഞാൻ ചോദിക്കട്ടെ, x + x എന്തുമായിരിക്കും? 2x ആട്ടോ. എക്സും 2x ആണ്.
എക്സ് ഇൻറ്റു എക്സ് ആണെങ്കിൽ അത് എക്സ് സ്ക്വയറുമാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. ഇപ്പം നിങ്ങൾക്ക് അതില്ല, എന്നാലും ഒന്ന് ഓർത്ത് വെച്ചോ. കൂട്ടാനാണെങ്കിൽ 2x ആണ്, ഇൻറ്റു ആണെങ്കിൽ എക്സ് സ്ക്വയറുമാണ് കേട്ടോ. അപ്പം ഇപ്പം x⁻³ എന്ന് പറയുന്നത് എക്സ് അവിടുത്തെ ബേസും 3 അവിടുത്തെ പവറുമാണ്. അത് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം ടേംസ് എന്ന് വെച്ചാൽ ദ ടേം ഓഫ് എ ആൾജിബ്രിക് എക്സ്പ്രഷൻസ് ആർ ഇൻ ദ പാർട്ട് ഓഫ് ദ എക്സ്പ്രഷൻ ദാറ്റ് ആർ കണക്റ്റഡ് പ്ലസ് ഓർ മൈനസ് സൈൻ. പ്ലസ് ഓർ മൈനസ് സൈൻ എന്ന് വെച്ചാൽ നോക്കൂ നിങ്ങൾ, ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിരിക്കുക 8x + 6y - 4. ഇവിടുത്തെ ടേംസ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഈ സൈൻ നോക്കിയാൽ മതി കേട്ടോ. ഈ സൈൻ നോക്കി എന്താ, ഫസ്റ്റ് ടേംസ് ആണിത്, സെക്കൻഡ് ടേംസ് ഇത്, തേർഡ് ടേംസ് ഇത്. ഈ ടേംസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മൈനസ് ആണെങ്കിൽ അതും കൂടെ വേണം എടുത്ത് വയ്ക്കാൻ. മനസ്സിലായോ? ഇപ്പം -6x + 5 ഇതിൻ്റെ ടേംസ് ഏതൊക്കെയാവും നിങ്ങളെ? ഇതിൻ്റെ ലെഫ്റ്റിൽ മൈനസ് ഉണ്ടെങ്കിൽ അതിനെയും കൂടെ കയറ്റിയാണ് ഇത് ഫസ്റ്റ് ടേംസ്, ഇത് സെക്കൻഡ്. ഇത് പ്ലസ് ആയതുകൊണ്ട് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടുത്തെ ടേംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താണ്, ടേംസ് -6x പിന്നെ ഏതാ ഒരു 5ഉമാണ് ഇവിടുത്തെ ടേംസ്. ഇപ്പോൾ പിടി കിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇപ്പോൾ 7x + 6 - 5 ഇങ്ങനെ ഒരെണ്ണം തരുക. ഇവിടുത്തെ ടേംസ് ഏതൊക്കെയാണ്? 7x ഒരു ടേംസാണ്, പ്ലസിൻ്റെ വരയ്ക്കേണ്ട, 6 ഒരു ടേംസാണ്, മൈനസ് വരയ്ക്കണം, മൈനസ് കണ്ടോ. അപ്പോൾ അവിടുത്തെ ടേംസ് ഏതൊക്കെയാണ്? 7x, 6 - 5 ഈ 3 എണ്ണമാണ് അവിടുത്തെ ടേംസ്. ഇത്രയേ ഉള്ളൂ. ടേംസ് മനസ്സിലായല്ലോ. ഈ ടൈപ്പ് ഓഫ് ആൾജിബ്രിക് എക്സ്പ്രഷൻസ്, ഇനി ഇത് 3 നിങ്ങൾക്ക് 4 എണ്ണം തന്നിട്ടുണ്ട് പുതിയ ടെസ്റ്റിനകത്തിൽ. ഫസ്റ്റ് ഒരു ടേംസ് മാത്രമുള്ളത്. ഇപ്പം നോക്കി 8x 9y 6 എന്ന് വെച്ചാൽ ഇതിനകത്ത് സൈൻ വല്ലതും ഉണ്ടോ? ഒരു സൈൻ പോലും ഇല്ല, ഇല്ലേ? അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ മോണോമിയൽ എന്നാണ് പറയുന്നത്. ഒരു ടേംസ് മാത്രമുള്ളതിനെ മോണോമിയൽ എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി 2 ടേംസ് ഉള്ളതിനെ, 2 ടേംസ് എന്ന് വെച്ചാൽ നടുക്ക് ഒരു സൈൻ വരും, അല്ലേ? ഇപ്പം നോക്കിയേ, 1 2 1 2 1 2 2 ടേംസ് വരുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? ബൈനോമിയൽ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ 3 ടേം വരുന്നതിനെ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, 3 ടേം വരുന്നതിനെ ട്രൈനോമിയൽ എന്ന് പറഞ്ഞു, അല്ലേ? ട്രൈനോമിയൽ. ഒരു ടേംസ് മാത്രമുള്ളതിനെ മൊണോമിയൽ, ഒരു മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 2 എണ്ണം ആണെങ്കിൽ ബൈനോമിയൽ, 3 എണ്ണമാണെങ്കിൽ ട്രൈനോമിയൽ, 3ൽ കൂടുതലുള്ളതിനെ നമ്മളെന്താ പോളിനോമിയൽ എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ പുതിയ ടെസ്റ്റിനകത്തിൽ അതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്വാഡ്രീനോമിയൽ എന്നാണ് പുതിയ ടെസ്റ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എഴുതാനാണ് നിങ്ങൾക്ക് അറിയുന്നത്. 3ൽ കൂടുതൽ വരുന്നത് 2 ആൻ എക്സ്പ്രഷൻസ് കണ്ടെയ്ൻസ് മോർ ദാൻ 2 ടേംസ് ഈസ് നോൺ ആസ് പോളിനോമിയൽ ആണ്. പക്ഷേ എക്സ്പ്രഷൻസ് കണ്ടെയ്നിങ് 3 ടേംസ് ഈസ് നോൺ ആസ് ട്രൈനോമിയൽ. ആൻ എക്സ്പ്രഷൻ കണ്ടെയ്ൻ 4 ടേംസ് ഈസ് നോൺ ആസ് ക്വാഡ്രീനോമിയൽ. കാണാൻ പറ്റുന്നുണ്ടല്ലോ, ക്വാഡ്രീനോമിയൽ എന്ന് പറയുന്നുണ്ട് കേട്ടോ. 4 എണ്ണം വരുന്നതിനെ അപ്പം നിങ്ങൾ ഇനി അങ്ങനെ തന്നെ എഴുതണം. എന്താണ്? ക്വാഡ്രീനോമിയൽ. QUA ക്വാഡ്രി DRINOMIAL ക്വാഡ്രീനോമിയൽ എന്ന് പറയണം. ഒരു ടേംസ് ഉള്ളത് മോണോമിയൽ, 2 ടേംസ് ബൈനോമിയൽ, 3 ടേംസ് ട്രൈനോമിയൽ. 3ൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പോളിനോമിയലാണ്. പക്ഷേ എന്താ, 4 എണ്ണം ഉണ്ടെങ്കിൽ ക്വാഡ്രീനോമിയൽ എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ അത്രയും. ഇനി ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് കോഎഫിഷ്യൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ 2-3 ക്വസ്റ്റ്യൻ കണ്ടു. നിങ്ങൾ ലൈക്കും അൺലൈക്കും ഒക്കെ പഠിച്ചല്ലോ, ഓക്കെ അറിയാമല്ലോ. കോഎഫിഷ്യൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു എന്താ. ഇപ്പോൾ കോഎഫിഷ്യൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ് എന്ന് പറയുന്നത് എന്താ, ഒരു വേരിയബിളും ഒരു കോൺസ്റ്റൻറ്റും വരുന്നതാണ് കോഎഫിഷ്യൻ്റ്, അല്ലേ? അതിനകത്തിലെ 2 ആണ് അവിടുത്തെ ആര്, കോഎഫിഷ്യൻ്റ്. മുമ്പ് നമ്മൾ പറഞ്ഞതാണ് അല്ലേ, ന്യൂമറിക്കൽ കോഎഫിഷ്യൻ്റ്. അപ്പോൾ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 2ഉം എക്സ് അവിടുത്തെ വേരിയബിളും, ഒരു എക്സും കേട്ടോ, ഒരു വേരിയബിളും ഒരു കോൺസ്റ്റൻറ്റും വരുന്നതാണ് കോഎഫിഷ്യൻ്റ്. അതിൻ്റെ ഇതിനകത്തിലെ കോഎഫിഷ്യൻ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂമറിക്കൽ കോഎഫിഷ്യൻ്റ് ഇതുമാണ്, അല്ലേ? ഇത് വേരിയബിളുമാണ് കോഎഫിഷ്യൻ്റ്. ഓക്കെ ആണോ? ഇനി നിങ്ങളുടെ അതിൻ്റെ ലാസ്റ്റിലത്തെ ഡിഗ്രീസ് ഓഫ് ദ പോളിനോമിയലാണ്. എന്താ നിങ്ങളെ ഡിഗ്രീസ് ഓഫ് ദ പോളിനോമിയൽ ലാസ്റ്റ്. and അതിന് മുമ്പ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ടെസ്റ്റിൽ കണ്ടു. ഇപ്പം എക്സിന് 5xy അതിനകത്തിലെ റൈറ്റ് ഡൗൺ ദ കോഎഫിഷ്യൻ്റ് ഓഫ് കോഎഫിഷ്യൻ്റ്, റൈറ്റ് ഡൗൺ ദ കോഎഫിഷ്യൻ്റ് എന്ന് വെച്ച് നോക്കിയേ. എക്സിന് 5xy എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തിലെ എക്സ് മാറ്റിയിട്ട് എന്തോ ഉണ്ടോ അതങ്ങ് എഴുതി വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾ അങ്ങനെ ഒരു കോഎഫിഷ്യൻ്റെ കണക്ക് ചോദിക്കുമ്പോൾ എഴുതി വെക്കണം. നിങ്ങൾ എന്താണോ നമ്മളോട് ചോദിക്കുന്നത് അത് മാറ്റിയിട്ട് ബാക്കിയുള്ളത് അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. ഇപ്പം നോക്കിയേ, എക്സിന് 5xy എന്ന് വെച്ചാൽ എക്സ് പോയി കഴിഞ്ഞാൽ 5y. എ ഇന്ന് -7ab, ഇവിടുത്തെ എ എടുത്തു കഴിഞ്ഞാൽ -7bc, മൈനസ് ഉണ്ട് -7bc, ആ എ അങ്ങ് എടുക്കണേ. XYZ അല്ലേ, XYZ -XYZ, അതായത് ഒരു വട്ടം മൈനസ് കേട്ടോ, -1 ആണ് കേട്ടോ. അതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം കേട്ടോ. അടുത്തത് ബി ഇന്ന് -ABC,
ബീനെ അങ്ങ് എടുത്ത് കളഞ്ഞാൽ പിന്നെ ആരാ -AC. മൈനസ് സൈൻ മൈനസ് ഉണ്ടെങ്കിൽ അതിടാൻ നിങ്ങൾ മറക്കല്ലേ കേട്ടോ. എല്ലാവർക്കും അത് തെറ്റും, അതുകൊണ്ടാണ് എടുത്ത് ഞാൻ പറയുന്നത്. ഈ മൈനസ് സൈൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് വേണം എഴുതാൻ കേട്ടോ. അപ്പോൾ മൈനസ് ഇതിനകത്തിലെ ഈ ബി അല്ലേ ചോദിച്ചത്, അപ്പോൾ ആ ബി എടുത്ത് കളഞ്ഞിട്ട് ബാക്കി -AC. ഏതാണോ നമ്മളോട് അതിനകത്ത് ചോദിക്കുന്നത് അത് മാറ്റിയിട്ട് ബാക്കിയുള്ളത് എഴുതി വെക്കുകയാണ്. കോഎഫിഷ്യൻ്റ്, റൈറ്റ് ഡൗൺ ദ കോഎഫിഷ്യൻ്റ് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടോ. ഇനി കോഎഫിഷ്യൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, നമ്മളോട് ഇതിനകത്തിൽ ഏതാണ് കോഎഫിഷ്യൻ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തിലെ ആരാ 7 ആണ്. ഇതിനകത്തിലെ കോഎഫിഷ്യൻ്റ് ആരാണ് -7 ആണ് അല്ലേ. ഇതിനകത്തിലോ 1 ആണ്. ഇതിനകത്തിലും എന്താ കോഎഫിഷ്യൻ്റ് ഒന്നുമില്ല അല്ലേ, 1 ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ കോഎഫിഷ്യൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നമ്പറാണ് എഴുതേണ്ടത്. ഇനി റൈറ്റ് ഡൗൺ ദ കോഎഫിഷ്യൻ്റ് ഓഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഇങ്ങനെ എക്സിൻ ഇങ്ങനെ തരുമ്പം കേട്ടോ, ഓരോന്നും ഓരോ മോഡലാണ് നിങ്ങൾ. എക്സിൻ 5xy എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സിന്നാണ്. അപ്പോൾ എക്സിനെ ഇങ്ങോട്ടൊക്കെ എടുത്താട്ടോ കേട്ടോ, ബാക്കി വരുന്നത് എഴുതുക എന്നുള്ളത് കേട്ടോ. ഇത് എളുപ്പവഴി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അടുത്ത ഡിഗ്രീസ് ഓഫ് ദ പോളിനോമിയൽ, അടുത്ത ലാസ്റ്റിലത്തെ ഇതിനകത്തിലെ ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പവർ ഏതാന്ന് വെച്ചാൽ അത് ഇപ്പോൾ 5x² പ്ലസ് 2x³ പ്ലസ് 4x എന്ന് തന്നു. ഇതിനകത്തിലെ ഏറ്റവും വലിയ പവർ ഏതാന്ന് നോക്കിയാൽ നിങ്ങൾ. ഇതിനകത്തിലെ ഏറ്റവും വലിയ പവർ എന്ന് വെച്ചാൽ എന്താ, ബേസും പവറും ഇതല്ലേ. അപ്പോൾ ഇവിടുത്തെ ഡിഗ്രി ഏതാണ്, 3 ആണ്. മനസ്സിലായോ? ഇപ്പോൾ 9x പ്ലസ് 6x പ്ലസ് 5 ഇവിടെ ഒരു 2 ഏതിൻ്റെയും എല്ലാത്തിൻ്റെയും പവർ നോക്കിയാൽ മതി. പവർ ഏറ്റവും വലുത് ആരാന്ന് വെച്ചാൽ അതാണ് ഇവിടുത്തെ ഡിഗ്രി, അത്രയും ഓർത്താൽ മതി കേട്ടോ. ഇപ്പോൾ 7x³ പ്ലസ് 6x ഇതിനകത്തുള്ള ഡിഗ്രി ഏതെന്ന് ചെയ്താൽ പവർ ഏറ്റവും വലുത് 3 ആണ്. അപ്പം 3 ആണ് ഇവിടുത്തെ ഡിഗ്രി. ആ ഒരു ക്ലൂ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾ 6ാം ക്ലാസ്സുകാർ ഇത്രയും മാത്രം അറിഞ്ഞിരുന്നത് അതെ കേട്ടോ. ഒരുപാട് ഈ ചാപ്റ്റർ ആൽജിബ്രയ്ക്കിനകത്തിൽ ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷെ നിങ്ങൾ തുടക്കമായതുകൊണ്ട് ഇത്രയും മാത്രം അറിഞ്ഞത് നിങ്ങളെ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ ടെസ്റ്റിൽ ഓൾറെഡി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്നും ഞാൻ പറഞ്ഞില്ല. കാരണം അവിടെ ടേംസ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ന്യൂമറിക്കൽ ഫാക്ടറും ലിറ്ററൽ ഫാക്ടർ എന്ന് വെച്ചാൽ കോഎഫിഷ്യൻ്റ് ന്യൂമറിക്കൽ മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ കേട്ടോ. നമ്പർ എഴുതുക, അതിൻ്റെ ബാക്കിയുള്ള അതൊക്കെ ഇതിനകത്ത് തന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ കുറേയൊക്കെ ചുരുക്കി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഓക്കെ നിങ്ങളെ താങ്ക് യു.